തുടർച്ചയായിട്ടുള്ള ലോക കിരീടമെന്ന അർജന്റീൻ സ്വപ്നങ്ങൾ വിഫലമായി. സ്പാനിഷ് മേധാവിത്വത്തിന് മുന്നിൽ, സ്പാനിഷ് ആധിപത്യത്തിന് മുന്നിൽ ഫുട്ബോൾ ലോകം ഇനി സ്പെയിൻ ഭരിക്കും. സ്പെയിൻ ഫുട്ബോൾ ലോകത്തിന്റെ പുതിയ അധിപന്മാർ. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ എക്സ്ട്രാ ടൈമിലെ ഗോളിൽ വീഴ്ത്തിയാണ് സ്പെയിന്റെ കിരീടധാരണം. മത്സരത്തിൽ ഉടനീളം സമഗ്രാധിപത്യം പുലർത്തിയാണ് സ്പാനിഷ് ടീമിന്റെ ജയം. 93-ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ മഞ്ഞക്കാട് കിട്ടി എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടുകൂടി 10 പേരുമായിട്ടാണ് അർജന്റീന മത്സരം പൂർത്തിയാക്കിയത്. അർഹിച്ച കരങ്ങളിലാണ് ലോക കിരീടമെത്തിയത്. കണ്ണീർ വാർക്കുന്ന മെസ്സിഹ സങ്കടക്കാഴ്ചയായെങ്കിലും വിശ്വം ജയിക്കാൻ കൂട്ടായ പ്രയത്നം മതിയായ തീരുവെന്ന് ബോധ്യപ്പെടുത്തി സ്പാനിഷ് പട. ഇനി സ്പെയിനിന്റെ ഭരണമാണ്, സ്പാനിഷ് റൂൾ. മെസ്സിഹ നിശബ്ദനായിരുന്നു ന്യൂജേഴ്സിയിൽ. മെസ്സിയെ നിശബ്ദനാക്കി എന്ന് പറയുന്നതാകും ഉചിതം. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന മാന്ത്രികനെ തൊടാൻ വിടാതിരിക്കുക എന്ന ആദ്യ തന്ത്രം തന്നെ വിജയിപ്പിച്ചു സ്പെയിൻ. അലസമായ പാസുകൾ അർജന്റീനയ്ക്ക് വാരിക്കുഴി തീർത്തു. ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ 11 സേവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്കോർ കാർഡ്. മൂർച്ചയില്ലാത്ത സ്പാനിഷ് ആക്രമണവും അർജന്റീനയ്ക്ക് കരുതലായി. തന്ത്രങ്ങൾ കൊണ്ട് അമ്പരപ്പിക്കാറുള്ള ലയണൽ സ്കലോണി ഇത്തവണ നിരായുധനായിരുന്നു വെള്ളവരക്കരികിൽ. റോദ്രിയുടെ കാലുകളിൽ മെനഞ്ഞ നീക്കങ്ങളാൽ സ്പെയിൻ കാളക്കൂറ്റിനെ പോലെ പലവട്ടം അർജന്റീൻ ബോക്സിലേക്ക് എത്തിയെങ്കിലും ലക്ഷ്യം മാത്രം അകന്നു നിന്നു. അങ്ങനെ ഗോളില്ലാ കളി നിശ്ചിത സമയം പൂർത്തിയാക്കുന്നു എന്ന ഘട്ടത്തിൽ എൻസോ ഫെർണാണ്ടസിന് രണ്ടാമത്തെ മഞ്ഞക്കാട്. 10 പേരുമായി അർജന്റീന എക്സ്ട്രാ ടൈമിലേക്ക്. അധിക സമയത്തിന്റെ ആദ്യ പകുതി കടന്നെങ്കിലും 106-ാം മിനിറ്റിൽ അനിവാര്യമായ ആ ഗോളെത്തി. നിക്കോ വില്യംസിന്റെ ബാക്ക് ഹെഡറിൽ നിന്ന് ഫെറാൻ ടോറസ് ലോക കിരീടത്തിലേക്ക് ഒരു ഷോട്ട് തീർത്തു. പിന്നീടെല്ലാം ഔപചാരികത മാത്രം. 20 ഷോട്ടുകൾ എടുത്ത സ്പെയിന് മുന്നിൽ അർജന്റീനയ്ക്ക് അവകാശപ്പെടാൻ 2 എണ്ണം മാത്രം. 858 പാസുകൾ സ്പെയിൻ കൂട്ടിയിണക്കിയപ്പോൾ അർജന്റീന നടത്തിയത് 456 എണ്ണം മാത്രം. കയ്യാങ്കളിയിൽ തീർന്ന പോരിനൊടുവിൽ ഓർമ്മയിൽ നിലനിൽക്കുക സ്പാനിഷ് വിജയാഘോഷമാണ്. ലോക ഫൈനൽ തോൽക്കാത്ത സ്പെയിന് ഫുട്ബോൾ ലോകത്തിന്റെ കയ്യടികൾ. വെൽക്കം ഡെസ്ക് ന്യൂസ് 18. ഈ മത്സരം കഴിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ അർജന്റീന പരിശീലകൻ ലയണൽ സ്കലോണി വികാരാധീനനായിരുന്നു. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെയാണ് സ്കലോണി വാർത്താ സമ്മേളനത്തിൽ നിന്നും മടങ്ങിയത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മടക്കം. ലോക ഫുട്ബോളിലെ പ്രധാന പുരസ്കാരങ്ങൾ എല്ലാം സ്വന്തമാക്കി സ്പാനിഷ് താരങ്ങൾ. മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം അത് സ്പാനിഷ് ക്യാപ്റ്റൻ റോദ്രിക്കാണ്. സ്പെയിൻ ഗോൾ കീപ്പർ ഉനൈ സിമോണാണ് ഗോൾഡൻ ഗ്ലൗ നേടിയത്. കുബാർസിയാണ് മികച്ച യുവതാരം. ഇനി കൂടുതൽ ഗോളുകൾ നേടിയ താരത്തിലുള്ള പുരസ്കാരം ഗോൾഡൻ ബൂട്ട് അത് കിലിയൻ എംബാപ്പയും സ്വന്തമാക്കി. ലോകകപ്പ് നേട്ടത്തോടൊപ്പം പ്രധാന പുരസ്കാരങ്ങളും സ്വന്തമാക്കിയാണ് ലോകകപ്പിന് സ്പെയിൻ തിരശീലയിട്ടത്. മെസ്സിയെ മറികടന്ന് ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പെയിന്റെ ക്യാപ്റ്റനും മിഡ്ഫീൽഡ് ജനറലുമായ റോദ്രി സ്വന്തമാക്കി. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനും പ്രതിരോധത്തിന് കരുത്തു പകരാനും റോദ്രി പ്രകടമാക്കിയ അസാധാരണ മികവാണ് ടൂർണമെന്റിലെ മികച്ച താരമെന്ന പദവിക്ക് അർഹനാക്കിയത്. മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരവും സ്പാനിഷ് സംഘത്തിലേക്ക് തന്നെ എത്തി. സ്പാനിഷ് ഗോൾ വല കാത്ത ഉനായ് സിമോണാണ് ഈ നേട്ടം കൈവരിച്ചത്. ടൂർണമെന്റിലുടനീളം ഒരു ഗോൾ മാത്രം വഴങ്ങി 7 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ് നിലനിർത്തിയാണ് സിമോൺ ഗോൾഡൻ ഗ്ലൗവിൽ മുത്തമിട്ടത്. യുവതാരങ്ങളുടെ നിരയിൽ വിസ്മയമായി മാറിയ സ്പെയിന്റെ 19-കാരൻ പ്രതിരോധ താരം കുബാർസിയാണ് ബെസ്റ്റ് യങ് പ്ലെയർ. സെമി ഫൈനലിൽ സ്പെയിനോട് പരാജയപ്പെട്ടെങ്കിലും ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ടൂർണമെന്റിൽ 10 ഗോളുകൾ നേടി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്നവനുള്ള ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. കിരീട നേട്ടത്തോടൊപ്പം പ്രധാന പുരസ്കാരങ്ങളെല്ലാം തങ്ങളുടെ ക്യാമ്പിലെത്തിച്ച് 2026 ലോകകപ്പിൽ പൂർണ്ണാധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് സ്പെയിൻ. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18.
അർജന്റീനയ്ക്കും ലയണൽ മെസ്സിക്കും വീണ്ടും കണ്ണീർ വേദിയായി ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം. തുടർച്ചയായ രണ്ടാം ഫൈനലിലാണ് മെസ്സിയും അർജന്റീനയും മെറ്റ്ലൈഫിൽ തോൽവി അറിയുന്നത്. 2016 കോപ്പ അമേരിക്ക ഫൈനലിൽ തോറ്റ ശേഷമായിരുന്നു മെസ്സിയുടെ വിരമിക്കൽ പ്രഖ്യാപനം. കിരീടം നിലനിർത്താൻ വേണ്ടി മാത്രമായിരുന്നില്ല മെസ്സിയും സംഘവും ഇക്കുറി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഇറങ്ങിയത്. 10 വർഷം മുൻപ് കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ശതാബ്ദി പതിപ്പിന്റെ ഫൈനലിൽ തോറ്റുമടങ്ങിയ അർജന്റീന വീണ്ടും തോൽവിയുടെ കൈപ്പറിഞ്ഞു ന്യൂജേഴ്സിയിൽ. അന്ന് ഫൈനലിൽ തോറ്റതിനു പിന്നാലെ മെസ്സി വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. പിന്നീട് ആ തീരുമാനം തിരുത്തിയാണ് മെസ്സി തിരിച്ചെത്തിയതും ലോകവിജയം നേടിയതും. 4 അന്താരാഷ്ട്ര കിരീടങ്ങളാണ് മെസ്സി പിന്നീട് നേടിയത്. വീണ്ടും ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയപ്പോൾ മെസ്സി കിരീടം നിലനിർത്തുമെന്ന് ആരാധകർ ഒന്നടങ്കം വിശ്വസിച്ചു. മെസ്സിയെ കണ്ണീരിലാഴ്ത്തിയ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ലോക കിരീടമുയർത്തി ആ കടം വീട്ടും എന്ന് ആരാധകർ കരുതി. പക്ഷേ ഒരിക്കൽ കൂടി മെസ്സിക്ക് കാലിടറി. കാലം മധുര പ്രതികാരത്തിന് നൽകിയ ആ അവസരം നഷ്ടപ്പെടുത്തി ഫുട്ബോൾ ദൈവം. അങ്ങനെ വീണ്ടും മെറ്റ്ലൈഫിൽ മെസ്സിയുടെ കണ്ണീർ വീണു. ഒരു കാര്യം ഉറപ്പ്, ഈ സ്റ്റേഡിയവും ഇവിടത്തെ 2 തോൽവികളും അർജന്റീന ആരാധകർക്ക് മറക്കാനാകില്ല. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. അർജന്റീന തോറ്റതിൽ നിരാശയിലാണ് കോഴിക്കോട്ടെ ഫുട്ബോൾ ആരാധകർ. സ്പെയിൻ മികച്ച കളിയാണ് പുറത്തെടുത്തതെന്ന് അവർ പറയുന്നു. MS ഗണേഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. അങ്ങനെ ലോക ഫുട്ബോളിലെ അർജന്റീനയുടെ തേരോട്ടം അവസാനിച്ചിരിക്കുന്നു. സ്പെയിൻ ഏകപക്ഷീയമായ 1 ഗോളുകൾക്ക് അർജന്റീനയെ തകർത്ത് വിജയം കൈവരിച്ചിരിക്കുന്ന കാഴ്ച. അങ്ങേയറ്റം പ്രതിരോധാത്മക ഫുട്ബോളാണ് ഇന്ന് അർജന്റീന നടത്തിയത്. എന്നാൽ സ്പെയിൻ ആവട്ടെ തുടക്കം മുതൽ തന്നെ അർജന്റീനയുടെ ഗോൾ മുഖത്ത് നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അർജന്റീനയ്ക്ക് സ്പെയിനിന്റെ ഗോൾ മുഖത്തേക്ക് പോലും എത്തി നോക്കാൻ പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം. തോറ്റൊരു സങ്കടമുണ്ട്, പക്ഷെ എന്നാലും കളിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ പോലും എത്തിക്കുന്നുണ്ടായില്ല അല്ലേ? അർജന്റീന ശക്തരായി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജയിക്കേണ്ട കളി തന്നെയാണ് കളിച്ചത്. അവര് മാത്രമേ കളിച്ചിട്ടുള്ളൂ. അർജന്റീന ഒന്നും കളിച്ചിട്ടല്ല, ഫോമിലല്ല. അടിപൊളി അടിപൊളി അടിപൊളി, ഇങ്ങനെ തന്നെ വേണം. ഒരു കളി ബോളാണ് അർജന്റീന കളിച്ചത്. ഒരു അറ്റംപ്റ്റ് പോലും ഇല്ല, പ്രോപ്പർ അറ്റംപ്റ്റ് ഇല്ല. ലാസ്റ്റിലാണ് കളിച്ചത്. ജയിച്ചു വന്നത് കാണാൻ ഒരു പോസ്റ്റിലേക്ക് അടിക്കാൻ പോലും ഒരു ഷോട്ട് കളിന്റെ റിസൾട്ട് ഉറപ്പായിരുന്നു, ജയിക്കുന്ന 100% ഉറപ്പാണ്. പിന്നെ ആകെ റഫറിന്റെ ഒരു ഗോള് 100% ഉറപ്പാണ്. ഗോള് പോയില്ലേ, അതുകൊണ്ട് ജയം ഉറപ്പായിരുന്നു. 100% അറിയിക്കുന്ന വിജയം, 100% കളിച്ച് നേടിയ വിജയം. അർജന്റീന ആരാധകരെ കാണാൻ പോലും ഇവിടെ സ്പാനിഷ് ഫാൻസിനല്ലാതെ ആർക്കും അർജന്റീനയെ കുറ്റപ്പെടുത്താൻ അവകാശമില്ല. കാരണം പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കുഴപ്പമൊന്നുമില്ല, നല്ലോണം കളിച്ചില്ല അവരെല്ലാരും. അതൊന്നും കുഴപ്പമില്ല. അല്ല, പോസ്റ്റിലേക്ക് ഗോൾ എത്തിക്കാൻ പോലും പറ്റിയില്ല. അർജന്റീനയ്ക്ക് ഒരു നല്ല ഷോട്ട് പോലും അടിക്കാൻ പറ്റിയില്ല. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അവരെങ്ങനെ കളിച്ചെന്ന് വെച്ചാൽ അതെ, നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു. അർജന്റീന വളരെ മോശം പ്രകടനം, മോശമായിരുന്നു അല്ലേ? പോസ്റ്റിലേക്ക് ഒരു ഗോൾ പോലും എത്തിക്കാൻ കഴിഞ്ഞില്ല. കളിച്ചിട്ടില്ല, ഒട്ടും കളിച്ചില്ല. കളിച്ചാലല്ലേ ജയിക്കുള്ളൂ. കളിച്ചില്ല, ആരും കളിച്ചില്ല, അതാണ് സത്യം. അല്ല, അർജന്റീന കളിച്ചില്ല. ഗോളി മാത്രമേ കളിച്ചുള്ളൂ. ഗോളിന്റെ ഒരു കഴിവോട് കൂടിയിട്ടാണ് ഇത്രയും രക്ഷപ്പെട്ടത്. ഒന്ന് ഗോളിലേക്ക് അറ്റംപ്റ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കുക? 90 മിനിറ്റിൽ ഒരു അറ്റംപ്റ്റ് പോലും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ ഗോളാവും? അറ്റംപ്റ്റ് ചെയ്യാണ്ട് ഗോളാവില്ലല്ലോ. മറിച്ച് സ്പെയിൻ അപ്പുറത്തിട്ട് 20 അറ്റംപ്റ്റ് നടത്തി. അതിലേതെങ്കിലും ഒരെണ്ണം ഗോളാവും നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷെ മാർക്കേഴ്സ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയത്. സ്പെയിൻ ടീമാണോ?
അർജന്റീന തീരെ മോശമായി കളിച്ചത് അല്ലേ? എന്താ തോന്നുന്നേ? നിങ്ങളൊക്കെ സ്പെയിൻകാരാണോ? അർജന്റീന തോക്കുന്ന കാണാൻ വന്നായിരിക്കും. ഞാൻ കഴിഞ്ഞ കളിയിൽ സ്പെയിൻ തോക്കുന്ന പറഞ്ഞ് സ്പെയിൻ തോക്കി. നിങ്ങളൊക്കെ ശരിക്കും സ്പെയിനായിട്ട് സ്പെയിൻ ആയതാണോ അതോ പോർച്ചുഗലുകാരും ബ്രസീലായിരുന്നു? അങ്ങനെ ഇവരുടെ കൂടെ കൂടി. അതെ, അപ്പൊ എന്തായാലും സന്തോഷമായി കണ്ടപ്പോ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ? സ്പെയിൻ തോക്കി, അത്രേ ഉള്ളൂ. സ്പെയിൻ തോക്കുന്ന സ്പെയിൻ തോക്കി. കളി ഫുള്ള് കളിച്ച സ്പെയിനാണ്. സ്പെയിൻ്റെ ടൈമിലെ ഫുള്ള് ഗോൾ ഉണ്ടായിരുന്നു. കളിച്ച സ്പെയിനാണ്. അർജന്റീന ഒന്നും ഇല്ലാതായി പോയി. അർജന്റീന ആകെ 10-20% ഗോളാല കാലിൽ കിട്ടിയിട്ടുള്ളൂ. ഗോള് കിട്ടിയിട്ട് പോലുമില്ല കയ്യില്. ഗോള് കയ്യിൽ തന്നെ കിട്ടിയില്ല. മെസ്സി അങ്ങേയറ്റം നിറം മങ്ങിയ ഒരു പ്രകടനമാണ്. എന്നാൽ മറുവശത്ത് യമാലും സംഘവും വളരെ ശക്തമായി തന്നെ അർജന്റീനൻ ഗോൾ മുഖത്ത് നിരന്തരം ആക്രമങ്ങൾ അഴിച്ചുവിടുന്ന കാഴ്ച. അത്തരത്തിൽ നീണ്ട പ്രസിംഗ് ഒടുവിൽ കൃത്യമായി തന്നെ ഗോൾ വലയിലെത്തിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു. ഒരുപക്ഷെ മാർട്ടിനസ് കുറച്ചുകൂടി ദുർബലമായി പോയെങ്കിൽ ഇതിൽ കൂടുതൽ ഗോളുകൾ നിശ്ചിത സമയത്ത് തന്നെ ഒരുപക്ഷെ സ്പെയിന് നേടാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അർജന്റീനൻ ആരാധകർക്ക് ഒരു ദുരന്ത ദിനമായി തന്നെ ഇന്നത്തെ ഫൈനൽ മാറിയിരിക്കുന്നു. അർജന്റീനയുടെ വിജയം പ്രതീക്ഷിച്ചെത്തിയ ആരാധകർക്ക് നിരാശയായിരുന്നു. കൊച്ചിയിലും അവിടെ സ്പെയിൻ മികച്ച പ്രകടനം നടത്തിയെന്ന് ഇഷ്ട ടീം തോറ്റുവെന്നും നിരാശയൊക്കെ ഉണ്ടെന്നൊക്കെ ആരാധകർ പറഞ്ഞ് ഒഴിഞ്ഞു. മെസ്സി ഇനിയും കളി തുടരുമെന്നുള്ള വിശ്വാസത്തിലാണ് പലരും. എന്തായാലും മത്സരം സ്പെയിൻ കൊണ്ടുപോകുന്നു. വലിയ രീതിയിൽ അർജന്റീനയ്ക്ക് ആരാധകരുള്ള ഒരിടമാണ് കേരളം. അതുകൊണ്ട് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. നല്ല കളി, സ്പെയിൻ സൂപ്പറായിട്ട് കളിച്ചു. അതാണ് എന്തായാലും സ്പെയിന്റെ മത്സരം മികച്ചതായിരുന്നു എന്ന് തന്നെ. എന്തെങ്കിലും കളി മോശമായിരുന്നു അർജന്റീന. പൊതുവിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? പ്രതീക്ഷിച്ചിരുന്നു കപ്പ് എടുക്കുന്നതാണ് പ്രതീക്ഷ. പക്ഷെ കളി വളരെയധികം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിപ്പോയില്ല. ആ രീതിയിലായില്ല അല്ലേ? അതെ. എങ്ങനെയുണ്ട്? നിരാശയിപ്പോയോ? റെഫറി കാശ് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കളിയാണ് കണ്ടത്. കാര്യം രണ്ടാമത്തിലെ യെല്ലോ കാർഡ് കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അടി ഡയറക്റ്റ് ഫൗളും ഇല്ല, ഇൻഡയറക്റ്റ് ഫൗളാണ്. അപ്പൊ കാശ് മേടിച്ച് കളിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പെയിനിൽ 10 പേരായിട്ട് കളിക്കാൻ ഒരിക്കലും അർജന്റീനക്ക് പറ്റില്ലെന്ന് നമുക്കറിയാലോ. അല്ലെങ്കിൽ തന്നെ ഡിഫൻസിലേക്ക് നിന്നിട്ടാണ് കളിച്ചോണ്ടിരുന്നത് വെച്ച്. അപ്പൊ റെഫറി നല്ല രീതിയിൽ കാശ് മേടിച്ചിട്ടുണ്ട്. അതാണ് റെഫറിയുടെ ഏറ്റവും വലിയ വാല്യൂ. എന്തായാലും പല അഭിപ്രായങ്ങളും. സ്പെയിനും നല്ലോണം കളിച്ച് കിട്ടില്ല കളി. നന്നായിരുന്നു. ആണോ? എന്തായാലും കഴിഞ്ഞിറങ്ങിയാണോ? ഭയങ്കര വിഷമായി. ലാസ്റ്റിങ് ഇറങ്ങി മെസ്സിക്ക് വേണ്ടി മരിക്കുമായിരുന്നു. ഭയങ്കര വിഷമം എന്ന് പറയാം. ഭയങ്കര. പക്ഷേ സ്പെയിൻ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ നന്നായിട്ട് കളിച്ചു. പക്ഷേ മെസ്സി ഇവിടെ അർജന്റീന ഗോളി സൂപ്പർ. അല്ലെങ്കിൽ ഒരുപാട് നേരത്തെ അടിച്ചേനെ. നേരത്തെ കളി തീർന്നേനെ. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം. പക്ഷെ ഭയങ്കര ഒരു ഹാർട്ട്, ഭയങ്കര ഒരു പെയിനാ. സോറി. മെസ്സി ജീവനാ. കാരണം എന്റെ മകൻ ഫുട്ബോൾ പ്ലെയറാണ്. ഹൈദരാബാദിലുള്ള മെസ്സിയെ കണ്ടു ഹൈദരാബാദിൽ വന്നപ്പോഴേ നേരിട്ട്. മകനും മരുമകളും ഫുട്ബോൾ പ്ലെയറാണ് രണ്ടുപേരും. മെസ്സി ആരാധകർ അവര് പിരിഞ്ഞു പോകുന്നില്ല. വലിയ സങ്കടത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. കാരണം വലിയ രീതിയിൽ വിജയം നേടുമെന്നുള്ള ഒരു പ്രതീക്ഷയ്ക്കായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അത് മാറുന്നു എന്നതാണ്. വലിയ പ്രതീക്ഷയോടെ ആ സ്റ്റേഡിയത്തിൽ ഇവിടേക്ക് കളി കാണാൻ ബിഗ് സ്ക്രീനിലേക്ക് എത്തിയവരെല്ലാവരും തന്നെ ഇറങ്ങുന്നു. എന്തായി? സങ്കടമായോ? വളരെ സങ്കടമായി. എങ്ങനെയാണ് മനസ്സിലായി? സ്പെയിൻ ഡിസർവിംഗ് ആയിരുന്നു. ഡിസർവിംഗ് ആണ്. കുഴപ്പമില്ല. ഞങ്ങൾ കഴിഞ്ഞ കപ്പ് അടിച്ചല്ലേ. ഫൈനൽ എത്തിയ സന്തോഷമുണ്ട്. ഞാൻ അർജന്റീന എത്തിയൊരു സന്തോഷമുണ്ട്. ഒരു വേൾഡ് കപ്പ് കിട്ടും വിചാരിച്ചു. സാരില്ല. സ്പെയിൻ ഡിസർവിംഗ് ആയിരുന്നു. അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. മെസ്സിക്ക് ഇനിയും കളിക്കാം. ആളിപ്പം തന്നെയാണല്ലോ. അപ്പൊ ഞങ്ങള് അർജന്റീന വിരുദ്ധ ബ്രസീൽ, ഇംഗ്ലണ്ട്, പോർച്ചുഗീസ് എല്ലാരും കൂടി ഞങ്ങളുടെ സ്പെയിനെ ജയിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു മുന്നണി ജയിക്കുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ടോ? അല്ലെ, ശരിക്കും ഇന്നത്തെ കളി നോക്കിയ വൺ സൈഡഡ് അല്ലേ. ഏറ്റവും നല്ല കളി കളിച്ചത്, നല്ല പാസിംഗ് ഗെയിം കളിച്ചത് സ്പെയിൻ തന്നെയാണ്. അപ്പോ തീർച്ചയായിട്ടും മെസ്സിക്ക് അഭിമാനിക്കാം.
മെസ്സി കുളിപ്പിച്ചൊരു പയ്യൻ മെസ്സിയുടെ കയ്യിൽ നിന്ന് ട്രോഫി ഉണ്ടായെന്ന് വിചാരിച്ചു. നല്ല കളി കളിച്ചു. നല്ല കളി. ഓക്കെ. എന്തായാലും എന്ത് തോന്നി കളി? അർജന്റീന ഇത്രയും വൃത്തികെട്ട കളി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അർജന്റീനയുടെ എത്ര ഫൗളായിരുന്നു കളിച്ചിരുന്നത്. അത് അർഹതപ്പെട്ട കളിയാണ്. സ്പെയിൻ ജയിക്കേണ്ടത് തന്നെയാണ്. സ്പെയിൻ ആരാധകരോട് വരുമ്പോ തോന്നിയിരുന്നു 38 ദിവസം മുമ്പ് തുടങ്ങിയതാണ് ജയിക്കും എന്ന് പറയുന്നത്. ഇന്ന് ജയിച്ച് അടിപൊളി കളി, ഒന്നും പറയാനില്ല. നല്ല ബാക്കി ഫാൻസ് ഒക്കെ പോണണ്ട. എന്തായാലും കൂടുതൽ നിശബ്ദത തന്നെയാണ്. കാരണം വലിയ രീതിയിൽ അർജന്റീനിയൻ ആരാധകരെല്ലാം തന്നെയാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. എണ്ണത്തിൽ വളരെ കുറവായിരുന്നു സ്പെയിൻ ഫാൻസ് എന്നെല്ലാം തന്നെ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു മികച്ച മത്സരം കണ്ട ഒരു സന്തോഷത്തിലാണ് പോകുന്നത്. മികച്ച കളി തന്നെയാണ് സ്പെയിൻ പുറത്തെടുത്തതെന്ന് അർജന്റീനിയൻ ആരാധകരും തന്നെ പറയുകയും ചെയ്യുന്നു. ഏതായാലും ലോകകപ്പ് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ മെസ്സിയുടെ ഒരു വിടവാങ്ങൽ മത്സരമായിരുന്നോ ഇതെന്ന ഒരു സന്ദേഹം എല്ലാവരിലും ബാക്കി നിൽക്കുന്നു. എന്തായാലും ലോകകപ്പിന്റെ ഒരു ആവേശം ഒരു മാസക്കാലം നിറഞ്ഞു നിന്നിരുന്നു എന്നത് നിസ്സംശയം പറയാം. ബിഗ് സ്ക്രീനുകൾ, അതോടൊപ്പം തന്നെ പലയിടങ്ങൾ, ക്ലബ്ബുകൾ, എല്ലായിടങ്ങളിലും പ്രദർശനം നടന്നിടങ്ങളിലെല്ലാം തന്നെ വലിയ ആരാധകരാണ്, കാഴ്ചക്കൂട്ടമാണ് എത്തിയത്. അങ്ങനെ ഒരു കളി ആരവത്തിന് കൂടെ സമാപനമാകുന്നു. മികച്ച മത്സരം കണ്ടതിന്റെ സന്തോഷത്തോടെ ആരാധകരും മടങ്ങുകയാണ്. ക്യാമറമാൻ കെ പി ദാനേഷിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഇപ്പോൾ കഴിഞ്ഞ 39 ദിവസങ്ങളായി പ്രേക്ഷകർക്ക് മുന്നിലുണ്ടായിരുന്ന ഫുട്ബോളും ഇവിടെ വിട പറയുകയാണ്. ലോകകപ്പിലെ നല്ല നിമിഷങ്ങൾ, നല്ല കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞതിലെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.